ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിന്താസ് ടൈം. ഇന്ന് നമ്മളിവിടെ പഴയ കാലങ്ങളിൽ ഓർമ്മകളിലൂടെ പോകുന്ന പാൽ സേമിയ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം അമൂൽ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വീറ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 ഏലക്കയുടെ കുരു ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് പിന്നീട് അത് എടുത്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഒരു 4 ടീസ്പൂണോളം സേമിയ, വറുത്തതോ വറുക്കാത്ത എന്ത് വേണമെങ്കിലും ആവാം, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഏലക്ക നമ്മൾ പിന്നീട് അത് എടുത്ത് മാറ്റുന്നതാണ്. നല്ലപോലെ വേവിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. അപ്പം നമ്മൾ പഴയ കാലങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന പാൽ ഐസ്ക്രീമിൻ്റെ കൂട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത് ഏലക്ക അതിൻ്റെ കുരു നമുക്കെടുത്ത് മാറ്റാം. അതിനുശേഷം തണുപ്പിച്ചതിന് ശേഷം നമുക്കിതിന് ഐസ് മോൾഡ് ഇല്ലെങ്കിലും നമുക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലും അതേപോലെ ചായ കുടിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കപ്പുണ്ടല്ലോ, അതിലും കൂടെ നമുക്കിത് രണ്ടും കൂടെ സേമിയ പാൽ ഐസ്ക്രീം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് സിൽവർ പേപ്പർ കൊണ്ടൊന്ന് മൂടണേ. അതിനുശേഷം ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊന്ന് അതിലേക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം. ഞാൻ ഒരു ദിവസം മൊത്തം ഓൾ നൈറ്റ് വയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്കുള്ള ഐസ്ക്രീം ഒരു പാത്രത്തിൽ വെള്ളത്തിൽ നമുക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം. മറ്റേത് നമുക്ക് ഇതേപോലെ അതിൻ്റെ പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല നമ്മുടെ സേമിയ പാൽ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് സ്റ്റീൽ ഗ്ലാസ്സിലുള്ളതൊന്ന് തട്ടിയതിന് 2-3 തട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ എടുക്കാൻ കിട്ടും. അപ്പോൾ 2 ഐസ്ക്രീം നമുക്ക് പാൽ ഐസ്ക്രീം സേമിയ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പണ്ട് കാലങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന പാൽ ഐസ്ക്രീം പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിന് ഐസ് മോൾഡ് വേണമെന്നൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിൽ ആൾ വേണം പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.